ഹലോ മൈ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ വി ആർ സെയിങ് ബൈ ബൈ ടു തേക്കടി. അപ്പോൾ അങ്ങനെ നമ്മൾ തേക്കടിയോട് ബൈ ബൈ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ പോണ വഴിയിൽ നമ്മൾ റൂട്ട് ഒന്ന് മാറ്റി പിടിക്കാനാണ് ചിന്തിക്കുന്നത്. റൂട്ട് മാറ്റിയിട്ട് നമ്മൾ ഏതൊരു പരുത്തൻപാറ എന്ന് ഒരു സ്ഥലം, പീരുമേട്, അപ്പോൾ ആ വഴി പോകാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായി എന്തെങ്കിലും കാണാം. അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞാൻ 2 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ നിങ്ങളായിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു ലെങ്തി ആയിരിക്കും, കുഴപ്പമില്ല, രസം ഉണ്ടാവും. സത്യമായിട്ട് 2-3 ദിവസമായിട്ട് ഇപ്പോഴാണ് ചെറിയൊരു വെയിൽ ഇവിടെ കാണുന്നത് കേട്ടോ. സത്യം നമ്മളെ നാട്ടിൽ വെയിൽ കൊള്ളുമ്പോൾ അയ്യോ എന്തൊരു വെയിലാണെന്ന് പറയും. ഇവിടെ വെയിൽ കൊള്ളുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി പരുന്തുംപാറയും കൂടി നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മളത് എന്തായാലും ഏതൊരു സ്ഥലം പറഞ്ഞോളൂ, ഞാൻ എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. പരുത്തൻപാറയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഒട്ടടിക്ക് ഇവിടെ ഏലകൃഷി മാറിയിട്ട് ഒട്ടടിക്ക് നമ്മുടെ ടീ എസ്റ്റേറ്റ് കാര്യങ്ങളായി. എന്തൊക്കെയോ ചേഞ്ചസ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാത്ത റോഡിൽ കൂടി ഇപ്പോൾ നമ്മൾ പോണത് ഏതൊരു റോഡാണ്, ഇടുങ്ങിയ റോഡിൽ കൂടി പോകുന്നത്. ആദ്യം ആൾക്കാർ പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന്, പിന്നെ പറഞ്ഞു ഈ വണ്ടിയായ കാരണം ചിലപ്പോൾ പോവും, കുഴപ്പമില്ല പോയി നോക്കുമെന്ന് ഇവർ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പോവുകയാണ്. ഇപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്താ. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ ഈ സൈഡിൽ ഒരു അയാളാണ് കാണുന്നത് കേട്ടോ. അതുതന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ടീ എസ്റ്റേറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ടിങ്ങനെ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ലൊരു സെൻറ്റർ കാണുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കണം. ഇത് നമ്മൾ സാധാരണ കാണുന്ന മാതിരി ടീ എസ്റ്റേറ്റ് ഒന്നും പറയാനില്ല, വലിയ വൃത്തിയില്ല, ഗ്യാപ്പിട്ടൊക്കെയാണ്. ഓക്കെ, ഇനി മുന്നോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ പോണ റോഡാണ് കാണുന്നത് കേട്ടോ. കേട്ടിറക്കങ്ങളാണ്, സ്പീഡ് കയറുന്നുണ്ട്, സ്പീഡ് കുറയുന്നുണ്ട്. ഒട്ടടിക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ടീ എസ്റ്റേറ്റെ കുറിച്ച് കാണാൻ വൃത്തിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വണ്ടികളൊന്നും ഇല്ലാത്ത റോഡായ കാരണം റോഡ് ഇടുങ്ങിയതായാലും അത്ര വലിയ ഇഷ്യൂ ഇല്ല. ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടുന്ന് റോഡ് കുറച്ച് മോശമാണ്. അല്ല, അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, റോഡ് കുറച്ച് മോശം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ റൂട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് വഴി കറക്റ്റ് അറിയാത്ത കാരണം നമ്മൾ ചോദിച്ചേ, ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റോഡ് കുറച്ച് മോശമാണ്, ബട്ട് ഈ റോഡ് പെട്ടെന്ന് എത്തും. നമ്മൾ കാരണം കൊണ്ട് നമുക്കിപ്പോൾ അവർ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ സീനറികൾ ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇറങ്ങിയില്ലേ, സീനറി കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, റോഡില്ലാതെ ആയിരിക്കുന്നു. റോഡിലാണോ മരങ്ങളിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ചേട്ടാ പോവില്ല ചേട്ടാ, ആ മരത്തിൻ്റെ കമ്പി മാറ്റൂ. ഞാൻ ഒന്ന് മാറ്റണോ ചേട്ടാ? അത് മാറ്റിയാൽ നമ്മൾ പോകും. ഓക്കെ ചേട്ടാ, മതി. ചേട്ടൻ നമുക്കൊരു ഐഡിയ തന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പരുന്തുംപാറ എത്തിയിരിക്കുകയാണ്. സത്യം പറയുമ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇത് സീസൺ ടൈം അല്ലാന്ന് തോന്നുന്നു.
എല്ലാ കടകളും അടവാണ്. കടകൾ ചെറുവക ടെമ്പററി ബിസിനസ് നടത്തുന്ന ആൾക്കാരെ കടകളെല്ലാം അടവാണ്. ഒരു കട അവിടെ തുറന്നുണ്ട്. സാധാരണ ഇവിടെ ഐസ്ക്രീം ഫ്രീ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വഴി തിരിച്ചാവുന്നില്ല. നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വരാറ്. ഓക്കെ, അതാണ് ഈ റോഡ് കുറച്ച് മോശമായി എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 1-2 കടകളുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വണ്ടികൾ ഫ്രീ വന്നിട്ട് കാണാനുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ വഴി തെറ്റിയോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. ലൊക്കേഷൻ ഈസ് കറക്റ്റ്. നമ്മൾ സെയിം സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കണം. ഓക്കെ, നമുക്ക് ആ ഗ്യാപ്പിൽ വണ്ടി സൈഡാക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് അതൊരു പോയിട്ട് വരാം. എന്താ സംഭവം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വണ്ടികൾ പറഞ്ഞ കാണാണ്ട് എന്താണൊരു പിടുത്തം കിട്ടുന്നില്ല ഫ്രണ്ട്സ്. എന്തായാലും ഇപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഇവിടെ നോക്കിയിട്ട് വണ്ടിയോ സൈഡാക്കാനുള്ള സംവിധാനം നോക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കി നോക്കാം, ഫോട്ടോ എടുക്കാം. നല്ല കാറ്റിട്ടാണ്. ഇപ്പോൾ വെയിലുണ്ട്, ബട്ട് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുക്കാം നമ്മൾ. അടിയിൽ എന്തോ റിസോർട്ടിൻ്റെ വർക്ക് എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. സാധാരണ ഇവിടെ ഇപ്പോൾ ഒന്നാലും കോട കാണാറുണ്ട്, ഇന്ന് കോട ഇല്ല. ഇനി നമ്മൾ ഫോട്ടോ എടുപ്പിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്നാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻ സെൻസ് ബ്രെഡ് ഓംലെറ്റ്, കുറേ ബജ്ജി ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. എന്തായാലും കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇവിടെ ഒന്ന് ഒരു ഐസ്ക്രീം കഴിക്കലുണ്ട്. ഈ ഐസ്ക്രീം കഴിക്കാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കച്ചവടങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടിങ് ആവുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? അവിടെ കട തുറന്നുകൊണ്ടോന്ന് അറിയില്ല, ചോദിച്ചോക്കാം. ആരും കാണാനില്ലല്ലോ. ഉണ്ട്, ഐസ്ക്രീം കാറുണ്ട്. ഇതിൻ്റെ അടിയിലും വലിയൊരു വാലി നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഞാൻ പണ്ട് പിടിക്കുക വരുമ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2 തവണയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് അന്നപ്പോൾ ഇത് ചെറുതായി ഇങ്ങനെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇവിടെ പ്ലാസ്റ്റിക് എന്നാണ് യാതൊരു കുറവില്ല. വേസ്റ്റ് ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. സ്റ്റിൽ ആൾക്കാർ ഈ വേസ്റ്റ് കാര്യങ്ങൾ ഇടുന്നത് പുറത്ത് തന്നെയാണ്. അതപ്പോൾ ശരിക്കും നമ്മൾ വാഗമണ്ണത്തെ മുട്ടക്കുന്ന് പറയുന്നുണ്ട് കാണും. ഈ ഒരു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. അടിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഞാനത് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്. അത് ക്യാമറയിലൊന്നും കിട്ടില്ല, വളരെ അടിയില്ല. ഇത് പീർമേട് ഗ്രാമപഞ്ചായത്താണ്, അവരുടെ വകല ഡെവലപ്മെൻ്റാണത് കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്കല്ല, ഇതിന് ബിറ്റ്വീൻ ലഞ്ച് കഴിക്കണം. അങ്ങനെ നമ്മൾ വേറെ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്.